നേതാക്കളെ ആരും ഉണ്ടാക്കുന്നതല്ല, കാലം അവരെ കണ്ടെത്തുന്നതാണ്. രാജ്യം മുഴുവൻ ഇന്നൊരൊറ്റ പേര് ഉറ്റുനോക്കുകയാണ്. കൈകളിൽ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ജനാധിപത്യത്തിന്റെ അതിരുകൾക്കുള്ളിൽ നിന്ന് പോരാടിയ ഒരു 30കാരൻ. ഇന്ത്യയും ബംഗ്ലാദേശിനെയോ ശ്രീലങ്കയോ പോലെ തെരുവ് കലഹങ്ങളിലേക്ക് കൂപ്പുകുത്തുമെന്നും ജൻസികളുടെ അണപൊട്ടിയ രോഷത്തിൽ തകർന്ന് തരിപ്പണമാകുമെന്നും സ്വപ്നം കണ്ട അരാജകവാദികൾക്ക് മുമ്പിലേക്ക് അയാൾ നടന്നു കയറിയത് ഒരു സാധാരണക്കാരനായിട്ടാണ്. എന്നാൽ വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും അയാൾ ഉറക്കെ പറഞ്ഞു, ഞാൻ ഒരു ഹീറോ അല്ല, എന്നെ നിങ്ങൾ ഒരു ഹീറോ ആയി പ്രതിഷ്ഠിക്കുകയുമരുത്. വ്യക്തികളെ ഹീറോകളാക്കി മാറ്റിയതിന്റെ വലിയ വിലയാണ് ഇന്ന് ഈ രാജ്യം അനുഭവിക്കുന്നത്. ടൈഫോയിഡ് ബാധിച്ച് ശരീരം തളരുമ്പോഴും വിശ്രമമില്ലാതെ രാപ്പകലില്ലാതെ അയാൾ ഓടിയത് രാജ്യത്തെ തകർക്കാനായിരുന്നില്ല, മറിച്ച് കോടിക്കണക്കിന് വരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കാനായിരുന്നു. തകർന്നടിഞ്ഞ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പുനഃക്രമീകരിക്കാനുമായിരുന്നു. എന്നാൽ രാഷ്ട്രീയം നോക്കാതെ ജനങ്ങളും വിദ്യാർത്ഥികളും ഒന്നടങ്കം അണിനിരുന്ന ഈ പവിത്രമായ മുന്നേറ്റത്തിന്റെ പങ്കുപറ്റുവാൻ ഒടുവിൽ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളും ഘടകകക്ഷികളും മത്സരിച്ചെത്തുന്ന കാഴ്ച നാം കണ്ടു. പക്ഷേ ചോദിക്കാതെ വയ്യ, ഇന്ന് ഡൽഹിയിലും തെരുവുകളിലും മുദ്രാവാക്യം വിളിക്കുന്ന പാർട്ടി യുവജന പ്രസ്ഥാനങ്ങൾ അന്ന് എവിടെയായിരുന്നു? തങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി വയറ്റിൽ പശിയുമായി തല മുട്ടയടിച്ച് മണ്ണ് തിന്നും തെരുവിൽ സമരം ചെയ്ത നമ്മുടെ ആശാ വർക്കർമാരെ ഇവർ കണ്ടുവോ? അവരെ ആശ്വസിപ്പിക്കുവാൻ ഈ ഘോരഘോരം പ്രസംഗിക്കുന്ന നേതാക്കളെ ആരെങ്കിലും അങ്ങോട്ട് ചെന്നുവോ? ഇല്ല എന്ന് നിസ്സംശയം പറയാം. ഇവിടെ കേരളത്തിൽ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഉറക്കം വിളിച്ച് പഠിച്ച് PSC റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച് ആയിരക്കണക്കിന് യുവാക്കളുടെ സ്ഥിതി എന്തായിരുന്നു? പ്രായപരിധിയുടെ അവസാന വക്കിൽ നിൽക്കുമ്പോഴും കയ്യിൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിട്ടും ജോലി ലഭിക്കാതെ ജീവിതം തെരുവിൽ ഹോമിക്കേണ്ടി വന്ന എത്രയോ പേർ. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും വേണ്ടി PSC ബോർഡിനെ പോലും നാണം കെടുത്തി പിൻവാതിൽ നിയമനങ്ങൾ തകൃതിയായി നടന്നപ്പോൾ അന്ന് ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എവിടെയായിരുന്നു? തങ്ങളുടെ യുവത്വം കവർന്നെടുക്കപ്പെട്ടപ്പോൾ കരയാൻ പോലും മറന്നുപോയ ആ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി വർഷങ്ങളായി തഴയപ്പെട്ട ആ അനീതികളെയാണ് ഇപ്പോൾ പുതിയ ഭരണ നേതൃത്വം ക്രമീകരിക്കുവാനും അർഹതപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു കാവ്യനീതിയാണ്. അതെ, ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഉയർന്നു കേട്ടത് കേവലം ഒരു പരീക്ഷാ തട്ടിപ്പിനെതിരെയുള്ള ശബ്ദം മാത്രമല്ല, അത് വ്യവസ്ഥിതി ഉന്നയിച്ച അനീതികൾക്കെതിരെയുള്ള വൻമതിലായിരുന്നു. ക്രോക്കോർ ജനതാ പാർട്ടി എന്ന പേര് പോലും ഒരു പ്രതീകമാണ്. ഈ രാജ്യത്ത് തങ്ങൾ ആരും ഗവനിക്കാത്ത പാറ്റകളെ പോലെ അവഗണിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ആ പേര് ജനിച്ചത്. ഓരോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ വളരെ വേഗം തിരിച്ചറിയപ്പെടുന്നു, അവരുടെ കൈകൾ കോർക്കപ്പെടുന്നു, അവരുടെ രോക്ഷം ഒരു പ്രക്ഷോഭമായി മാറുന്നു. ഈ സമരത്തിൽ നാം പങ്കുചേരുമ്പോൾ തന്നെ മുൻപ് നടന്ന അവഗണനകളുടെയും അട്ടിമറികളുടെയും കറുത്തയിടുകൾ നാം മറന്നുകൂടാ. വ്യവസ്ഥിതി തല്ലിക്കെടുത്താൻ നോക്കുന്തോറും പടർന്ന് പന്തലിക്കുന്ന യുവത്വത്തിന്റെ ഈ അസ്വസ്ഥതകളിലാണ് നമ്മുടെ ഭാവിയുടെ പ്രതീക്ഷ. ഇന്ത്യ തകരാൻ പോകുന്നു എന്ന വിധി എഴുതിയവർക്ക് മുന്നിൽ രാജ്യത്തിന്റെ ഭരണഘടനയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പോരാടിയ യുവത്വം തെളിയിക്കുന്നത് ഒന്നാണ്: നേതാക്കളെ ആരും ഉണ്ടാക്കുന്നതല്ല, കാലം അവരെ കണ്ടെത്തുന്നതാണ്.